ക്യാൻസറിനെ പറ്റിയുള്ള ചർച്ചകൾക്ക് എല്ലാ കാലത്തും പ്രസക്തിയേറെയാണ്. കാരണമെന്തെന്നാൽ എല്ലാ വർഷവും ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നതാണ്. അതിനാൽ നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ലോക ക്യാൻസർ ദിനത്തിൽ മെട്രോ 7-നൊപ്പം ചേരുന്നു കൊച്ചി പെരുമ്പടപ്പ് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീ ഗണേഷ്. സമൂഹത്തിന് കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ രോഗമായി മാറുകയാണ് ഇന്ന്, എല്ലാവരുടെയും പേടി സ്വപ്നമായി മാറുകയാണ് ക്യാൻസർ. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ലോക ക്യാൻസർ ദിനത്തിൽ കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയായ പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീ ഗണേഷ് നമ്മളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീ ഗണേഷ്. ഞാൻ ഈ ഫാത്തിമ ആശുപത്രിയിൽ വന്നിട്ട് ഇപ്പോൾ 7 വർഷം കംപ്ലീറ്റ് ആവുന്നു. 8ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ, ആതുര ശുശ്രൂഷ രംഗത്ത് വരുമ്പോൾ, ഇന്ന് ഈ ക്യാൻസർ ദിനത്തിൽ ഈ സമൂഹത്തിന് നൽകാനായിട്ടുള്ള ഒരു സന്ദേശം എന്താണ്? നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, വളരെ അധികം ദശലക്ഷത്തോളം ജനങ്ങൾ ഒരു വർഷം ക്യാൻസറിൻ്റെ പല പ്രത്യാഘാതങ്ങൾ മൂലം മരണപ്പെടുകയാണ്. ഇത് മറ്റ് പല അസുഖങ്ങളെക്കാൾ വളരെ അധികം കൂടുതലാണ്. ക്യാൻസർ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനോ അല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാനോ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു അവയർനെസ് നൽകുന്നത് വഴി ജനങ്ങൾക്ക് ചില തരത്തിലുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം, നമുക്ക് ചില വാക്സിനുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ HIV കാരണം ധാരാളം ക്യാൻസേഴ്സ് വരാം, ഹെപ്പറ്റൈറ്റിസ് കാരണം ക്യാൻസറുകൾ വരാം. ഇങ്ങനത്തെ അസുഖങ്ങൾ നമ്മൾ തടയുന്നത് വഴി, ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ് B പോലത്തെ രോഗാണുക്കൾ തടയുന്നത് വഴി ലിവർ ക്യാൻസറുകൾ തടയാം. അതുപോലെ തന്നെ സ്ത്രീകളിലാണ് എങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്, എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. അപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കൃത്യസമയങ്ങളിൽ അതാത് രോഗികൾ തന്നെ അല്ലെങ്കിൽ അതാത് വ്യക്തികൾ തന്നെ സ്വന്തം ശരീരത്തിൽ സ്വന്തം മാറിടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു ലംബ് ഉണ്ടാവുകയാണെങ്കിൽ നേരത്തെ തന്നെ അറിയാനും ചിലപ്പോൾ ഒരു ക്യാൻസർ ഒരു വലിയൊരു സ്റ്റേജിലോട്ട് കിടക്കുന്നതിന് മുമ്പേ തന്നെ അതിനെ ചികിത്സിച്ച് നാം മാറ്റാനും കഴിയും. അതുപോലെ തന്നെ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻസറുകളാണ് തൈറോയിഡിലുണ്ടാകുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്ലഡിലുണ്ടാകുന്ന ക്യാൻസറുകൾ, മൾട്ടിപ്പിൾ മൈലോമ, അങ്ങനത്തെ പല വിധത്തിലുള്ള ക്യാൻസറുകൾ. ഇതുപോലെ തന്നെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പലപ്പോഴും ഒരു ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ രോഗി അറിയുന്നത് ക്യാൻസർ ശരീരം മൊത്തം പടർന്നതിന് ശേഷം പല ഭാഗങ്ങളിലും ക്യാൻസറിൻ്റെ ബുദ്ധിമുട്ട് അറിഞ്ഞതിന് ശേഷവും ചിലപ്പോൾ രോഗി അറിഞ്ഞെന്ന് വരാം. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഇപ്പോൾ പല വിധത്തിലുള്ള ചികിത്സാ നൂതന രീതികൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അത് സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ഇപ്പോൾ നമുക്കെല്ലാം സുലഭമായി ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ജനങ്ങളെല്ലാം അവെയർ ആവണം. ഇതിന് നമ്മൾ ഇപ്പം തന്നെ ചില കാര്യങ്ങൾ, ഉദാഹരണം വ്യക്തമായ രീതിയിലുള്ള പീരിയോഡിക് കൺസൾട്ടേഷൻസ്, വേണ്ട വാക്സിനുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, ശരീരത്തിൽ ഒരു മൊഴിയോ തടിപ്പോ കണ്ടാൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആരോഗ്യ കാര്യത്തിൽ എന്ന പോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസങ്ങൾ ക്യാൻസർ എന്ന രോഗത്തിന് കാരണമായിട്ട് മാറാറില്ല. ശരിയാണ്. പലപ്പോഴും നമ്മുടെ ഭക്ഷണക്രമത്തിലും ഇപ്പോൾ നാം സുലഭമായി കണ്ടുകേട്ടുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡുകളോ ഈ ഫാസ്റ്റ് ഫുഡുകളിൽ ഇടുന്ന പലതരം കെമിക്കലുകളോ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വയറ് സംബന്ധമായ കുടൽ സംബന്ധമായ ക്യാൻസറുകൾക്ക് കാരണമാവാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിത രീതിയിൽ പലപ്പോഴും കൃത്യമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കണമെന്ന് കാണണമെന്നില്ല. കൃത്യമായ സമയത്ത് വയറിൻ്റെ മലശോധനകൾ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇങ്ങനത്തെ സമയങ്ങളിൽ ചിലപ്പോൾ കുടൽ സംബന്ധമായ അസുഖങ്ങളോ കുടൽ സംബന്ധമായ ക്യാൻസറുകളോ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡോക്ടറെ സംബന്ധിച്ച്, ഡോക്ടറിൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ചും ഈ അസ്ഥി സംബന്ധമായിട്ട് നമ്മൾക്ക് ഇത് ക്യാൻസറുകൾ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതകൾ എങ്ങനെയാണ്? ഇത് പലപ്പോഴും പല ജനങ്ങൾക്കും ഒരു സംശയം, മിഥ്യാധാരണയുള്ള ഒരു കാര്യം തന്നെയാണ് അസ്ഥി സംബന്ധമായ ക്യാൻസറുകൾ. കാര്യം പൊതുവെ എല്ലാവരും ക്യാൻസർ എന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആവാം, തൈറോയിഡ് ക്യാൻസർ ആവാം, ലുക്കീമിയ പോലത്തെ ബ്ലഡിൽ വരുന്ന ക്യാൻസേഴ്സ് ആവാം. പക്ഷേ ഓർത്തോ സംബന്ധമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ അസ്ഥി വിഭാഗത്തിലും ധാരാളം ക്യാൻസറുകൾ ഉണ്ടാവാം. അതൊന്നുകിൽ ക്യാൻസർ ഡയറക്റ്റ്ലി അസ്ഥിയിൽ തുടങ്ങുന്നതാവാം, ഉദാഹരണം ഓസ്റ്റിയോസാർക്കോമ പോലത്തെ. അല്ല എങ്കിൽ ഒരു ക്യാൻസർ ശരീരത്തിൽ ഒരിടത്ത് വന്നിട്ട് അത് സ്പ്രെഡ് ചെയ്ത് എല്ലിൽ വരുന്നതുമാവാം. അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാൻസറുകൾ വരികയാണെങ്കിൽ നമുക്ക്
പ്രൈമറി ക്യാൻസർ ഏതാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് അസ്ഥീനെയാണോ ബാധിച്ചത് ആ അസ്ഥീനെ പൊട്ടൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ പൊട്ടലുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാൻ ഓപ്പറേഷനുകൾ പോലത്തെ സാങ്കേതിക വിദ്യകൾ നമുക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ ഇതിന് ശേഷം കീമോ അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി നമുക്ക് ആവശ്യമായി വന്നെന്ന് വരാം. ക്യാൻസർ എന്ന ഒരു രോഗത്തെ നമ്മൾ ഭയപ്പാടോടുകൂടെ കാണേണ്ട ആവശ്യമുണ്ട്. ഭയപ്പാടോടുകൂടി കാണുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ അതൊരു പ്രിവെൻറ്റീവായിട്ട് കണ്ടു തുടങ്ങണം. നമ്മൾ പലപ്പോഴും ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് വരാതിരിക്കാൻ ഒരു റോഡ് സുരക്ഷാ മാർഗ്ഗങ്ങൾ നമുക്ക് ഓൾറെഡി തന്നെ എല്ലാവരും പറയപ്പെടുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാൻസറിനെ നമ്മൾ പേടിച്ച് രക്ഷപ്പെടേണ്ട ഒരു കാര്യമല്ല. പകരം ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണം ചില ആൾക്കാരിൽ ഫെമിലിയലായിട്ട് ക്യാൻസർ വരാം. അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ചിലപ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകളെ പറ്റി പരിശോധിക്കാനും കഴിയും. അപ്പോൾ ക്യാൻസറിനെ പറ്റി ഒളിച്ചോട്ടം നടത്തുന്നതിനേക്കാൾ ഉപരി ക്യാൻസർ എന്ന വസ്തുതയെ പറ്റി മനസ്സിലാക്കുകയും അതിനെ നമ്മൾ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റീവ് ആക്കാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെയധികം നന്ദി നമ്മുടെ പ്രേക്ഷകരുമായിട്ട് അങ്ങയുടെ വിലയേറിയ സമയം ചെലവഴിച്ചത്. താങ്ക് യു. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.